ഗോശ്രീ വല്ലാർപാടം മേൽപ്പാലത്തിലെ കുഴികൾ അടക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി പാലത്തിന് സമീപം പാലത്തിന്റെ മാതൃകയിൽ സിമന്റിട്ട് നടത്തിയ പ്രതീകാത്മക ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പ്രതിപാദിച്ച പോലെ നമുക്കറിയാം, കുണ്ടും കുഴിയും നിറഞ്ഞ് ഇതിനു മുൻപ് നടന്ന സമരങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ധാരാളം സമരങ്ങൾ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയതിന്റെ ഫലമാണ് കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ വല്ലാർപാടം മൂന്നാം പാലം എറണാകുളത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന പാലം തകർന്ന് തരിപ്പണമായിട്ട് നമ്മളുടെ സമരം മൂലമാണ് അത് വൈകിയാണെങ്കിലും പരിഹരിച്ചത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് ഒരു മൊബൈൽ ടാറിംഗ് സംവിധാനം വിദേശങ്ങളിലൊക്കെ ഉള്ള പോലെ ഇന്ത്യയിലുമുണ്ട്. അത് ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുഴി രൂപപ്പെട്ടാൽ ഉടൻ തന്നെ അത് മൊബൈൽ ടാറിങ്ങിലൂടെ ടാച്ച് ചെയ്താൽ വലിയ വലിയ കുഴികൾ രൂപം കൊള്ളില്ല. അത് മനസ്സിലാക്കണം. ദേശീയപാത അതോറിറ്റിയുടെ കീഴിലാണ് ഈ പാലമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വസിക്കുന്നതും ജനങ്ങളാണ്. ഏത് കാര്യത്തിനും സമരം ചെയ്യുക എന്നുള്ള ഒരു ശൈലി ഞങ്ങളെ കൊണ്ട് നടപ്പാക്കുന്നത് നിങ്ങളുടെ അനാസ്ഥ മൂലമാണെന്ന് ഞങ്ങൾ എടുത്തു പറയുകയാണ്. ഈ വൈപ്പിൻകരയിൽ അധിവസിക്കുന്ന ജനങ്ങൾ നികുതി കൊടുക്കുന്ന ജനങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ രാത്രിയൊക്കെ വരുന്ന ടൂ വീലറിൽ വരുന്ന ആളുകൾ, ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടെ വീണ അപകടങ്ങൾ ധാരാളം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തരമായി ശ്രദ്ധ ക്ഷണിക്കൽ പ്രതീകാത്മക സമരം ഗോശ്രീ പാലത്തിന്റെ മാതൃകയിൽ സിമന്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഞങ്ങളത് സാധിക്കില്ല. ഇതേപോലെയുള്ള ആക്ഷേപഹാസ്യപരമായിട്ടുള്ള ഈ സമരം ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കാനാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA വളരെ നല്ല നല്ല പ്രവർത്തികൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. 2 മാസമായിട്ടുള്ളൂ അദ്ദേഹം കയറി. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം. വളരെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്നു. കുടിവെള്ളമടക്കം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നല്ല ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഈ കാര്യവും എത്രയും വേഗം അധികാരികൾ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കണമെന്നാണ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക, ശമ്പളം വാങ്ങൽ മാത്രമല്ല, അവരുടെ കെടുകാര്യസ്ഥത കാരണമാണ് ഭരിക്കുന്ന ഭരണകൂടത്തിന് ചീത്തൽ പേരുണ്ടാകുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിലയ്ക്ക് നിർത്തുവാനായിട്ട് മുൻകൈയെടുത്തില്ലെങ്കിൽ അതിന്റെ പഴി മുഴുവനും എത്ര നല്ല സർക്കാരായാൽ ആ സർക്കാരിന്റെ പേരിൽ വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് ധാരാളം വൻ പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. അതെല്ലാം നടപ്പാക്കണമെങ്കിൽ അതേപോലെ വൈദ്യുതി MLA ടോണി ചമ്മണി, അതേപോലെ തന്നെ മുഹമ്മദ് ഷിയാസ്, അതേപോലെ തന്നെ PJ വിനോദ്, ഇങ്ങനെയുള്ള എറണാകുളം ജില്ലയിൽ നമ്മളുടെ പ്രദേശമായി ബന്ധപ്പെടുന്ന എല്ലാം വളരെ നല്ല ആക്റ്റീവായിട്ടുള്ളവരാണ്. വൻ ഭൂരിപക്ഷം ജയിച്ചവരാണ്. അവർ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവരുടെ പേര് പോലും മോശമാക്കുവാൻ വേണ്ടി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ന് ഈ കാണുന്ന കുഴികൾ. ഈ കുഴിയിൽ വീണ് ഇനി ആരെങ്കിലും അപകടത്തിൽപ്പെടാൻ ഇടയായാൽ ഞങ്ങൾ അതിന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കും. അങ്ങനെയുള്ള സമരങ്ങളാണ് ഞങ്ങൾ ഇനി അവലംബിക്കാൻ പോകുന്നത്. സിമന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. അന്നത്തും പഠിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വൻ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. ബഹുജന പ്രക്ഷോഭം അതിനുള്ള തുടക്കമാണ് ഇന്ന് നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സിമന്റ് ഇട്ടുകൊണ്ട് ഗോശ്രീ പാലത്തിൽ നമ്മൾ ഇവിടെ നടത്തുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗോശ്രീ പാലത്തിൽ കുണ്ടും കുഴിയും നികത്താനായിട്ട് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതിൽ അനാസ്ഥ തുടരുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഗോശ്രീ പാലത്തിന്റെ മാതൃകയിൽ സിമന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്യുകയാണ്.
അഭിവാദ്യങ്ങൾ മാമ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ 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 ജോണി വൈപ്പിന് അഭിവാദ്യങ്ങൾ 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 മാമ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ. കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാലത്തിൽ ടൂ വീലർ അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ്. മാസങ്ങൾ പിന്നിട്ടിട്ടും ദേശീയപാത അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. ഒരു കുഴി രൂപപ്പെടുമ്പോൾ തന്നെ മൊബൈൽ ടാറിങ്ങിലൂടെ അത് അടക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. പ്രസ്തുത ശ്രദ്ധ ക്ഷണിക്കൽ സമര പരിപാടിയിൽ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, വൈസ് ചെയർമാൻ എം രാജഗോപാൽ, കൺവീനർ ജോണി വൈപ്പിൻ, സെക്രട്ടറി ആന്റണി പുന്നത്തറ, കേരള പ്രതികരണ സമിതി പ്രസിഡന്റ് NG ശിവദാസ്, ജോസി ചക്കാലക്കൽ, MA സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു.